ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് സംഖ്യാപുസ്തകത്തിലെ ഒരു വാക്യമാണ് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാ പ്രേരണ തന്നത്. സംഖ്യാപുസ്തകത്തിൻ്റെ സ്തോത്രം 23-ാം അധ്യായത്തിൻ്റെ 22, 23 വാക്യങ്ങളാണ് നമ്മൾ വായിച്ച് കേൾക്കുന്നത്. നമ്പേഴ്സ് ചാപ്റ്റർ 23 വേർഡ്സ് 22 and 23 നമുക്ക് വായിച്ച് കേൾക്കാം. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട 2 വേദവാക്യങ്ങളാണ് വായിച്ചു കേട്ടത്. സ്തോത്രം. ദൈവം തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ മിസ്രയീം എന്ന അടിമനുഖത്തിൽ നിന്ന് വിടുവിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ദൈവം അവരോട് വാക്ക് പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിൽ നിങ്ങളെ കൊണ്ടെത്തിക്കാം. സ്തോത്രം. അങ്ങനെ അവർ നടന്നു വരുന്ന വഴിയിൽ പല പല പ്രതിബന്ധങ്ങൾ സ്തോത്രം അവർക്കുണ്ടായി. ഈ വേദവാക്യമെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നൊരു ദൂതുണ്ട്. വിളിച്ചിറക്കിയവൻ വഴിത്തലയ്ക്കൽ ഉപേക്ഷിക്കത്തില്ല, നരയ്ക്കുവോളം ചുമക്കുകയും ചുമന്ന് വിടുവിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. അവൻ വിളിച്ചിട്ട് വഴിയിലിട്ടിട്ട് പോകത്തില്ല. അവർക്ക് വേണ്ടതെല്ലാം ദൈവം കൊടുത്തു. വിശന്നപ്പോൾ മന്ന പൊഴിച്ചു, കൊതിച്ചപ്പോൾ കാടയെ കൊടുത്തു. രാത്രിയിലെ ദൈവ സ്തോത്രം ഇരുട്ടവരെ കയറിപ്പിടിക്കാതെ അഗ്നി തൂണായി ഇറങ്ങി നിന്നു. പകൽ വെയിലവരെ കൊള്ളാതെ സ്തോത്രം മേഘസ്തംഭമായി ഇറങ്ങി നിന്നു. രാവിലെ തോറും അവരുടെ വസ്ത്രത്തിന് പുതുമ വന്നു, അവരുടെ ചെരുപ്പിന് പുതുമ വന്നു, അവരുടെ ഭക്ഷണത്തിന് പുതുമ വന്നു. എല്ലാം ദൈവം അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് ദൈവത്തിന് സ്തോത്രം അവരെ ദൈവം നടത്തിക്കൊണ്ട് വരികയാണ്. ഞാൻ ഇവിടെ ഒരു സന്ദേശം പറയാനുണ്ട്. ദൈവം നിന്നെ നടത്താൻ തീരുമാനിച്ചാൽ ഏതൊക്കെ തടസ്സം ആരൊക്കെ കൊണ്ടുവന്നാലും ആ തടസ്സങ്ങളെ നിന്റെ മുമ്പിൽ നിന്ന് കൊത്തിമാറ്റി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവം ശക്തിയുള്ളവനാണ്. സ്തോത്രം. നീ പോകേണ്ട റൂട്ട് മാപ്പ് വരച്ചിരിക്കുന്നത് മനുഷ്യരല്ല, ദൈവമാണ്. എന്നോട് ദൈവം ഒരു ഉറപ്പ് തരിക, അറിഞ്ഞിട്ടില്ലാത്ത വഴികളിലൂടെ നീ പോകാൻ പോവുക, ചിന്തിക്കാത്ത പാതകളിലൂടെ നീ ഗമിക്കാൻ പോവുക. നിന്നെ എത്തിക്കാമെന്ന് വാക്ക് പറഞ്ഞവൻ ദൈവമാണ്. ഒരു വിഷയത്തെ നമുക്ക് വേണമെങ്കിൽ ആത്മീക വീക്ഷണത്തിലും എടുക്കാം, ഭൗതിക തലത്തിലെ വീക്ഷണത്തിലും എടുക്കാം. ഇവിടെ ഒരു പ്രവാചകൻ്റെ ആത്മക്കണ്ണുകളിൽ കണ്ടൊരു കാര്യം ഒരു രാജ്യത്തോട് വിളിച്ചു പറയുന്ന ദൂതാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇസ്രായേൽ മക്കളുടെ പുറപ്പാട്, ലേവ്യ, സംഖ്യ പുസ്തകങ്ങൾക്കകത്ത് നടന്ന ചരിത്രമൊന്നും ഞാൻ വലുതായി വിവരിക്കുന്നില്ല. എങ്കിലും ഈ വാക്യത്തിലേക്ക് വരാനായിട്ട് നമുക്ക് ചില ഭാഗങ്ങൾ ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട്. 22-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ യെരിഹോവിൻ്റെ സമീപത്ത് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ ഇസ്രായേൽ വന്ന് പാളയമിറങ്ങി. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, അന്ന് സ്തോത്രം മോവാബ് രാജാവ് സിപ്പോരിൻ്റെ മകനായ ബാരാക്ക് ആയിരുന്നു രാജാവ്. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുകയാണ്, ഇസ്രായേൽ മക്കൾ അമോര്യരോട് ചെയ്തതൊക്കെയും ബാരാക്ക് അറിഞ്ഞു. ബാരാക്ക് അറിഞ്ഞെന്തുവാ? ഇസ്രായേൽ മക്കള് സ്തോത്രം അമോര്യരോട് ചെയ്തതെല്ലാം അറിഞ്ഞു. അടുത്ത വാക്യം, മോവാബ് ഭയപ്പെട്ടു, മോവാബ് ഭ്രമിച്ചു, പേടിച്ചുപോയി. ദൈവം നിന്നെ നടത്താൻ തീരുമാനിച്ചാൽ എതിരാളിയുടെ വലിപ്പമൊന്നും വലുതായിട്ട് കാണല്ലേ. അവർക്കൊന്നും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരെ ദൈവം നടത്തുന്നെന്നാ ദൂത്. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, നിന്നെ ദൈവം നടത്തുമെന്ന് പറ. എങ്ങനെ നടത്തും? രാജകീയമായി നടത്തും. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗങ്ങളിലോട്ടാണ് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. സ്തോത്രം. നിന്നെ എതിർത്ത പലരും തോറ്റത് നിന്റെ കായികാഭ്യാസം കൊണ്ടല്ല, നിന്റെ കുടുംബപ്പേര് വലുതായിട്ടല്ല, നിന്റെ അപ്പൻ ദേശത്ത് പ്രസിദ്ധനായോണ്ടല്ല. പലരും തോറ്റുപോകാൻ കാരണം ദൈവം നിന്നെ നടത്തുന്നത് കൊണ്ടാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്, എന്നെ ദൈവമാണ് നടത്തുന്നത്, എന്നെ രാജകീയമായി ദൈവം നടത്തും. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണം. മോവാബ് രാജാവ് പേടിച്ചുപോയി, ഭ്രമിച്ചുപോയി. മോവാബ് രാജാവ് ഇവിടെ പറയുന്നുണ്ട്, മോവാബ് രാജാവ് പറയുക, പെട്ടെന്ന് ബിലയാമെന്ന് പറയുന്ന പ്രവാചകനെ വരുത്ത്. സ്തോത്രം. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, സ്തോത്രം, വന്നുകൂടിയ ജനം വലിയ ശക്തിയും ബാഹുല്യവും ഉള്ളവരാ, യുദ്ധം ചെയ്ത് എനിക്ക് അവരെ കീഴടക്കാൻ കഴിയും. പക്ഷേ നിന്നെക്കുറിച്ചൊരു കേൾവി ഞാൻ കേട്ടിരിക്കുന്നു. എന്തുവാ കേട്ട്? നീ ഒരുത്തനെ അനുഗ്രഹിച്ചാൽ അവൻ അനുഗ്രഹിക്കപ്പെടും, നീ ഒരുത്തനെ ശപിച്ചാൽ അവൻ ശപിക്കപ്പെട്ടിരിക്കും. എനിക്ക് തോന്നി യുദ്ധത്തെക്കാൾ നല്ലത് നിന്നെ കൊണ്ടുവന്ന് ശപിപ്പിക്കുന്നതാ.
അങ്ങനെ സത്യത്തിൽ ആളി എന്ന് അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, രാജാവ് വിളിക്കുന്നുണ്ട്, ഒന്ന് ശപിക്കാനാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പ്രാർത്ഥിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാജാവ് വിട്ട ആള് ബെൻസേലാണ് വന്നേ. ബെൻസ് കൊണ്ട് പാർക്ക് ചെയ്ത് വെച്ച് കയറിയിട്ട് പറഞ്ഞു, ഒരു കൊട്ടാരത്തിൽ നിന്ന് വരുക, രാജാവ് അവിടെ സ്വർണ്ണശേഖരമൊക്കെ തുറന്നു വെച്ചുകൊണ്ടിരിക്കുക, നീ വന്ന അമ്മമാരെ ഒന്ന് ശപിച്ചാൽ സോദരൻ നിനക്ക് ഇഷ്ടം പോലെ പൈസയും സ്വർണവും ഒക്കെ തരും എന്ന് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഈ ചിലതൊക്കെ കേട്ടാൽ ഇളകുമല്ലോ. ഒന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, പോകുന്നതിന് കുഴപ്പമില്ല, ഞാൻ പറയുന്നേ മാത്രമേ നീ പറയാവൂ. അങ്ങനെ പുള്ളിക്ക് വലിയ സന്തോഷമായി, പുള്ളി പോയി. എന്തിനാ? പുള്ളി കയറിയ മൃഗം വരെ പുള്ളിക്കെതിരായി. പുള്ളിയുടെ കാഴ്ചപ്പാടിൽ അങ്ങ് പോയി. ഇപ്പം പുള്ളിക്ക് ദൈവത്തിൻ്റെ പ്രവചനമല്ല വിഷയം, രാജാവിൻ്റെ സ്വർണ്ണശേഖര വിഷയം. അവനവിടെ വന്നിട്ട് ബാരാക്ക് പറഞ്ഞു, നിന്നെ ഞാൻ വിളിച്ചു വരുത്തിയത് ഇവരെ അങ്ങ് പിരാഗി അങ്ങ് തകർത്തേക്കണം. സ്തോത്രം. ഇവരെ ശപിച്ചങ്ങ് തകർത്തേക്കണം, മുഴുവൻ വെളുപ്പിച്ചേക്കണം. സ്തോത്രം എന്നൊക്കെ പറഞ്ഞപ്പം ഇവൻ പറഞ്ഞു, സ്തോത്രം, യഹോവ എന്തോ പറഞ്ഞു അതേ ഞാൻ ചെയ്യത്തുള്ളൂ. അവനൊരു സ്ഥലത്ത് കേട്ടിട്ട് പറഞ്ഞു, ജനം താഴ്വരെ നിൽക്കുക, അമ്മി ശപിച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, സ്തോത്രം, അങ്ങനെ ശപിക്കാൻ പറ്റത്തില്ല, കാരണം യഹോവ എൻ്റെ വായിൽ അനുഗ്രഹിക്കാനാണ് തന്നേക്കുന്നത്. ആ വാക്യത്തിൻ്റെ മുകളിലുണ്ട്, യഹോവ എൻ്റെ വായിൽ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. സ്തോത്രം. 23-ാം അധ്യായത്തിന് എനിക്ക് തോന്നുന്നു 21-ാമത്തെ വാക്യത്തിലായിരിക്കും അത് വരുന്നത്. യാക്കോബിൽ തിന്മ കാണുവാനില്ല. 23-ന്റെ 20 വായിച്ചു നോക്കിയേ. സംഖ്യാപുസ്തകം 23-ാം അധ്യായം. അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു. അവിടെ തൊട്ട് സ്തോത്രം. അനുഗ്രഹിക്കാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു പറഞ്ഞു. പിലാകാനാ കൊണ്ടുവന്നേ, പക്ഷേ എനിക്ക് കിട്ടിയേക്കുന്ന ദൂത് എന്തുവാ? ഇവരെ അപ്പം ഞാൻ നിങ്ങളോട് പറയാം, നിന്നെ ദൈവം അനുഗ്രഹിച്ചാണേ നിന്നെ ശപിക്കാൻ വരുന്നവനൂടെ നിന്നെ അനുഗ്രഹിച്ചേ പോവും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കാനുള്ള വിളിയാ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ടൊന്ന് വായിച്ചേ, അതിൻ്റെ താഴത്തെ വാക്യം കൂടെ വായിക്കാമോ? അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്കത് മറിച്ചുകൂടാ. ദൈവം അനുഗ്രഹിച്ചേക്ക, എനിക്കത് മറിച്ചുകൂടാ. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിന്റെ കഷ്ടത ദർശിപ്പാനുമില്ല. നിന്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കുന്നു, രാജകോലാഹലം അവരുടെ മധ്യയുണ്ട്. ഇനി വായിച്ച വാക്യം, ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. ബാരാക്കേ, എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമൊക്കെയാ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അവരെ ദൈവമാണ് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ നിനക്കോ എനിക്കോ അവരെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇത് കാണുന്നത് അക്ഷരീയ കണ്ണുകൊണ്ടല്ല, പ്രവാചക കണ്ണുകളിലൂടെയാ. ഇന്ന് പകൽ നിങ്ങൾ ശ്രദ്ധിച്ച്, നിന്റെ വരവും വളർച്ചയും ചിലർക്ക് നടുക്കം സൃഷ്ടിക്കുന്നുണ്ട്. നിന്റെ ആരാധനയും സ്തോത്രവും ചിലർക്ക് നടുക്കം സൃഷ്ടിക്കുന്നുണ്ട്. അവർക്കറിയാം എന്തെല്ലാം ആയുധം കൊണ്ടുവന്നാലും അതൊന്നും ഫലിക്കത്തില്ല. അതിൻ്റെ കാരണം എന്താ? ഹല്ലേലൂയ. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവം നിന്നെ കൊണ്ടുവരുന്നു. സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ചറ, ദൈവമാണ് നമ്മളെ കൊണ്ടുവരുന്നതെന്ന് പറ. എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ? ഇച്ചിരിയുടെ നല്ല മലയാളം പറയാം, ദൈവം നിന്നെ നടത്തുകയാ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ മനസ്സിലായി, നിനക്കെതിരെ വന്ന 100 ശരയമ്പ് വന്നതിനേക്കാൾ വേഗത്തിൽ ഒരു വഴിയായി വന്നവൻ 7 വഴിയായി ഓടാൻ കാരണമെന്താ? നിന്റെ കഴിവല്ല, നിന്റെ ശക്തിയല്ല, നിന്നെ ദൈവം നടത്തുക. എന്നിട്ട് എഴുതിയിരിക്കുക, അവരുടെ മധ്യ ദൈവം ഉണ്ട്. എന്നിട്ട് രാജകോലാഹലം അവരുടെ മധ്യയുണ്ട്. അയ്യോ, ഒന്നുകൂടെ രാജകോലാഹലം. അതിന്റെ മുകളിലത്തെ ഭാഗം കൂടെ. അവന്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കുന്നു. അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. രാജകോലാഹലം അവരുടെ മധ്യയുണ്ട്. നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകണേലേ, നിങ്ങൾ 114 സങ്കീർത്തനത്തിൽ പോ, അവിടെ ഇച്ചൂരുടെ വിവരണം കാണാം. ദൈവത്തിന് സ്തോത്രം. അത് പഠിച്ചാലേ ഈ ദൂത് പഠിക്കാൻ പറ്റൂ. 114 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ.
ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും യാക്കോബിൻ ഗ്രഹം അന്യഭാഷയുള്ള ജാതികളുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദാവിന്റെ വിശുദ്ധ മന്ദിരവും യഹൂദ അവന്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവന്റെ ആധിപത്യവുമായി തീർന്നു. സമുദ്രം കണ്ടോടി. എന്ത് ഈ വരവ് കണ്ടപ്പം യഹൂദയും ദൈവം അതിന്റെ നടുവിൽ ആധിപത്യം പുലർത്തിയപ്പോൾ ഇത് കണ്ട സമുദ്രം ഓടി. യോർദാൻ അർത്ഥം പറയാം, നിന്റെ യാത്രയ്ക്ക് മുമ്പിൽ ഒരു ശക്തി നിൽക്കാത്തതെന്നാ, നിന്റെ മധ്യത്തിൽ ദൈവമുണ്ട്. ഈ പഴയ നിയമം മുഴുവൻ മധ്യത്തിലുണ്ടെന്നാ. മൂന്നാം സ്വർഗം പോലെ പൗലോസ് പറയാം, മധ്യത്തിലല്ല, രക്ഷിക്കപ്പെട്ടവന്റെ ഹൃദയത്തിലുണ്ട്. ഒരാമയും വരുന്നില്ല. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക, ശ്രദ്ധിച്ച്. ഇന്ന് നിന്റെ മുന്നോട്ടുള്ള യാത്രയുടെ തടസ്സം ദൈവം എടുത്തു മാറ്റാൻ പോവാ. നിന്നെ പ്രാകാൻ എഴുന്നേറ്റ ചിലരുടെ മുമ്പിൽ നീ ഒരു അനുഗ്രഹമാകാൻ ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഏതൊക്കെയോ വ്യക്തിത്വങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ പോവാ. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ടെൻഷൻ എടുക്കണ്ട. സമുദ്രം കണ്ടോടി. ഓ ഹല്ലേലൂയ. എത്ര പേര് ആമീൻ പറയും? ഇന്ന് പകൽ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ പല ദുർശക്തികളും നിനക്ക് മുമ്പിൽ ഓടി മാറുന്ന കാഴ്ച. ഓ ഹല്ലെ, നിങ്ങളിൽ 5 പേർ 100 പേരെ ഓടിക്കും. യെസ്, എനിക്കെന്തോ പരിശുദ്ധാത്മാ ബോധ്യം തരിക. സ്തോത്രം, സ്തോത്രം. സമുദ്രം കണ്ടോടി. പിന്നെന്താ വായിക്കുന്നത് ശ്രദ്ധിച്ചു? സമുദ്രം കണ്ടോടി, യോർദാൻ പിൻവാങ്ങിപ്പോയി. യോർദാൻ എന്ത് ചെയ്തു? പിൻവാങ്ങിപ്പോയി. സമുദ്രം ഓടി, പക്ഷെ യോർദാൻ ഓടുവല്ല, പിൻവാങ്ങിപ്പോയി. 2 പേര് തമ്മിൽ മൽപ്പിടുത്തമുണ്ടായാൽ തോക്കുന്ന ആൾ പിൻവാങ്ങുന്ന പോലെ ജയിക്കാൻ കഴിയാതെ പിൻവാങ്ങിപ്പോയി. അടുത്തത്, പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെ. ഈ വരവ് കണ്ടപ്പോ പർവ്വതങ്ങൾ എന്ത് ചെയ്തു? മുട്ടാടുകളെ പോലെ, കുന്നുകൾ കുഞ്ഞാടുകളെ പോലെ തുള്ളി, അങ്ങോട്ട് തുള്ളി. നിങ്ങളൊന്ന് തിരിഞ്ഞ് എപ്പോഴേലും ഒക്കെ നിങ്ങൾ ഓർക്കാറുണ്ടോ? ദൈവം നടത്തിയ വിധങ്ങൾ ഓർക്കാറുണ്ടോ? ഉണ്ടോ? പർവ്വതമായി അന്ന് തുള്ളിയത്, പക്ഷെ ഇന്നിത് ഓർക്കുന്നവൻ തുള്ളും. എത്ര പേര് ആമീൻ പറയും? കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ നിന്നെ നടത്തി. എത്ര പേര് നിന്നെ തീർക്കുമെന്ന് പറഞ്ഞു, അവരെവിടെ പോയി? നിന്നെ ഇവിടുന്ന് ഓടിക്കുമെന്ന് പറഞ്ഞു, അവരെവിടെ പോയി? നിന്റെ കുടുംബം തീർന്നെന്ന് ഗോസിപ്പ് പറഞ്ഞുണ്ടാക്കി, അവരെവിടെ? എവിടെ? ധൈര്യം വേണം. എന്നെ ദൈവമാ കൊണ്ടുപോകുന്നേ. എങ്ങാണ്ട് ശരീരത്തിലൊരു ചെറിയൊരു മുഴ വന്നപ്പോഴേ വേറിട്ട് ക്യാൻസറാ, നാളെ ചവപ്പെട്ടി പോകുന്നു പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ശരീരത്ത് ഒരു മുഴയല്ല 500 മുഴ വന്നാലും നീ പറയേണ്ട ഒരു കാര്യമുണ്ട്, എന്നെ ദൈവം നടത്തും. ഷുഗർ വന്നവണ്ടെ കിഡ്നി പോകുമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കരുത്. ഷുഗർ എത്ര ഹയർ ലെവലിൽ പോയാലും നിന്നെ ദൈവം നടത്തും. BP വന്ന് സ്ട്രോക്ക് വന്ന് പോകുമെന്ന് ചിന്തിച്ചിരിക്കരുത്. നിന്റെ BPയെ ദൈവം നിയന്ത്രിക്കും. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ഈ ദൈവ സാന്നിധ്യത്തെ കയറി നിൽക്ക്. നിന്റെ ആയുസ്സിനോട് പോരാടുന്ന സകല ശക്തികളും ഹല്ലേലൂയ, ഹല്ലേലൂയ. റബ്ബന ഹഡബല വഡബല ഹബ്ദൽ പ്രൗഢമന രഹസ്യ. ഇനി ആവർത്തന പുസ്തകത്തിൽ ഇവരെ ദൈവം കൊണ്ടിരുന്നേ ഇവിടെ ഉള്ളൂ. പക്ഷെ എങ്ങനെയാ കൊണ്ടിരുന്നെന്നുണ്ട്. ഞാൻ അതിനകത്ത് ഒരു പദം എടുക്കാൻ പോകുന്നത്. എങ്ങനെയാ കൊണ്ടിരുന്നതെന്ന് ആവർത്തന പുസ്തകം 32-ാം അധ്യായം 11-ാമത്തെ വാക്യം. കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ താൻ ചിറക്. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ. കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്തു. തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി. ഓ യഹോവ തനിയെ അവനെ നടത്തി. എനിക്കെന്തോ ദൈവത്തിന്റെ ആത്മാവ് വലിയ ബോധ്യം തരിക. ഇന്ന് പകൽ നിന്നെ നടത്തുന്ന വഴി ശത്രു അറിഞ്ഞില്ലേലും നീയേലും ഒന്നറിയണം. മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവോ? എതിരാളിയെ കാണുമ്പോൾ നീ പേടിക്കരുത്. അങ്ങനൊന്നും നിന്റെ ലൈഫ് ഫെയിലാകത്തില്ല. നിന്നെ ദൈവം കാക്കുകയാ. കഴുകൻ, ഒന്നുകൂടെ വായിച്ചത്, കഴുകൻ തൻ്റെ കൂടനക്കി. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ. കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കഴുകന്റെ കുഞ്ഞുങ്ങള്, സ്തോത്രം,
അപ്പം ഈ കഴുകൻ്റെ കുഞ്ഞുങ്ങൾ കഴുകൻ പറക്കുന്ന പോലെ പറക്കണം. അതിന് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. കഴുകൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ കുഞ്ഞുങ്ങളെ വാരി തൻ്റെ ചിറകിൻ്റെ മേളിൽ ഇട്ടുകൊണ്ട് പറന്നുയരങ്ങളിൽ പോവും. ഈ കഴുകൻ കുഞ്ഞിനൊന്നും അറിയത്തില്ല. ഉയർത്തി പോയിട്ട് ഈ കഴുകൻ ഇങ്ങനെ ചരിച്ച് തൻ്റെ ദേഹത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ വായുവിലേക്ക് ഇറക്കി വിടും. അപ്പം ഈ കുഞ്ഞുങ്ങൾ ഉറക്ക കരയും. രക്ഷപ്പെടാൻ വേണ്ടി അവരവരുടെ ചിറകിങ്ങനെ ചലിപ്പിക്കും. എന്തിനാണെന്നറിയോ? സ്തോത്രം. ചലിപ്പിക്കുമ്പം അവർ താഴോട്ട് വരുന്ന വേഗത കുറയും. അപ്പോൾ അവർക്ക് മനസ്സിലാകും ചിറകൊന്ന് ചലിപ്പിച്ചാൽ ഈ അന്തരീക്ഷത്തിൽ നിൽക്കാം. അങ്ങനെ പല ആവർത്തി ചെയ്യുമ്പോൾ പിന്നെ അവരെ അമ്മി, സ്തോത്രം, കഴുകൻ തൻ്റെ ദേഹത്തൊന്ന് വാരിയിട്ടാൽ വായുവിൽ ഇങ്ങനെ പറന്നു നിൽക്കും. ഇവിടെ സ്വാമി ആവർത്തന പുസ്തകത്തിൽ ഇതുപോലെ നിനക്ക് പരിചയമില്ലാത്ത ചില മേഖലകളിൽ ആത്മാവ് ട്രെയിനിങ് തന്ന് നിന്നെ കരുത്തുള്ളവനാക്കി മാറ്റിയെന്ന് മനസ്സിലായി വരുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാനിന്ന് ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിന്നെ വ്യത്യസ്ത അളവിലൂടെ ദൈവം നടത്താൻ പോവുക. പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ദൈവം നടത്താൻ പോവുക. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് നിന്റെ ലൈഫിൽ ഇതുവരെ ഇല്ലാത്ത ചില ട്രെയിനിങ് പരിശുദ്ധാത്മാവ് നിനക്ക് തരട്ടെ. എന്നിട്ട് ഏതെങ്കിലും ശ്രദ്ധിച്ച് അവിടെ ആ 1-2 വാക്യം കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ചു, അവനെ എടുത്തു, തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി. അവനോടുകൂടെ അന്യദൈവം ഉണ്ടായിരുന്നില്ല. അവന്റെ പ്രത്യേകത, അവന്റെ കൂടെ അന്യ ദൈവങ്ങളില്ലായിരുന്നു. അടുത്തതൂടെ അവൻ ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവരുടെ കൂടെ അന്യ ദൈവങ്ങൾ ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ കൂടെ ഉണ്ടോ? അന്യ ദൈവങ്ങൾ ഉണ്ടായിരുന്നില്ല. അവൻ ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവനെ വാഹനമേറ്റി. നിലത്തെ അനുഭവം കൊണ്ട് അവൻ ഉപജീവിച്ചു. അവനെ പാറയിൽ നിന്ന് തേനും തീക്കല്ലിൽ നിന്ന് എണ്ണയും കുടിപ്പിച്ചു. പശുക്കളുടെ വെണ്ണയും ആടുകളുടെ പാലിനെയും ആട്ടിൻകുട്ടികളുടെ മേധസ്സിനെയും ബാശാനിലെ ആട്ടുകൊറ്റന്മാരെയും കോലാടുകളെയും കോതമ്പിൻ കാമ്പിനെയും അവന് കൊടുത്തു. നീ ദ്രാക്ഷാരക്തമായ വീഞ്ഞു കുടിച്ചു. ഞാൻ ഇതായിട്ട് വായിക്കുന്നില്ല, വേണ്ടിയതെല്ലാം അങ്ങ് കൊടുത്തു. ദൈവം അവരെ കൊണ്ടുവരിക. ഒരാമയും പറഞ്ഞാട്ട് ഞാൻ ഇച്ചിരി ഗഹനമായിട്ട് പറയാം. എന്നിട്ട് അവിടെ പ്രവാചകൻ പറയുന്ന ഒരു വാക്കാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. നമുക്ക് ആ സംഖ്യാപുസ്തകത്തിലേക്ക് തിരിച്ചു പോകാം. സ്തോത്രം. 22-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ. ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ അവനോട് സൂക്ഷിച്ചു വേണം അടുക്കാൻ. കാരണം അവന് കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഇന്ന് തരുന്നൊരു ബോധ്യം, ബലം നഷ്ടപ്പെട്ട ആർക്കൊക്കെയോ ഇന്ന് പുതിയ ബലം തരാൻ കർത്താവ് ആഗ്രഹിക്കുക. എന്നിട്ട് പറയുകയാണ്, അവരുടെ ബലം എങ്ങനെ? കാട്ടുപോത്തിന് തുല്യമായ ബലമാണ്. അതുകൊണ്ട് അവർ പറയുകയാണ്, സ്തോത്രം, നിങ്ങളാരും ഇവരെ തകർക്കാൻ ആഭിചാരം ചെയ്യണ്ട. കാരണം ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയില്ല. ഒരു പ്രവചനം കൂടെ പറയാം, നിനക്കെതിരെ വരുന്ന ആഭിചാരം പറ്റത്തില്ലെന്ന് ചിലർ അറിയാൻ പോവാ. നിനക്കെതിരെ വരുന്ന ലക്ഷണവിദ്യ Glory to God. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ദൂത് എവിടാന്നറിയാം? ശ്രദ്ധിച്ച്, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. പണ്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, ആ കഥ പറയാം. കാട്ടിലെ മൃഗങ്ങളിൽ ഏറ്റവും കരുത്തുള്ള മൃഗമാണ് കാട്ടുപോത്ത്. വേഗത കുറവാണ് അതിന്, പക്ഷേ കരുത്ത് ഭയങ്കര. കാട്ടുപോത്തിൻ്റെ കൊമ്പ്, എനിക്കൊന്ന് ഇന്നലെയോ എവിടെ TV-യിൽ കാട്ടുപോത്തിറങ്ങി ഓടിയൊരു വാർത്ത ഞാൻ വൈകിട്ട് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ബൈക്കുകാരൻ അത്ഭുതമായി രക്ഷപ്പെട്ടെന്നൊക്കെ മനോരമ ന്യൂസ്. സ്തോത്രം. ഒരു കാട്ടുപോത്തിൻ്റെ മുമ്പിൽ ചെന്ന് കയറി. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കാട്ടുപോത്തിൻ്റെ പ്രത്യേകത, വലിയ വമ്പൻ മരത്തെയൊക്കെ 2 അടി അടിച്ചാൽ അത് ആന മറിക്കുന്നതിനേക്കാൾ ശക്തിയോടെ മറിക്കും.
പക്ഷെ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്, ഈ കാട്ടുപോത്തിനെയും സിംഹം പിടിക്കും. എങ്ങനെയാണ് പിടിക്കുന്നതെന്നറിയാമോ? സഹോദരം, ഈ കാട്ടുപോത്തിൻ്റെ പ്രത്യേകത, സിംഹം ഒരു സ്ഥലം അലറിയ കാട്ടുപോത്ത് തൻ്റെ ശക്തി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടയും. സിംഹത്തിൻ്റെ പരിപാടിയുണ്ട്. എന്നിട്ട് സ്തോത്രം, കാട്ടുപോത്ത് നടന്ന് അവിടെ വരുമ്പോൾ സിംഹം അടുത്ത സ്ഥലത്ത് പോയി നിന്നുകൊണ്ട് ഇതുപോലെ അലറും. ഉടനെ പിന്നെയും കാട്ടുപോത്ത്. അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ ഈ കാട്ടുപോത്തിൻ്റെ ബലം അങ്ങ് ക്ഷയിക്കും. ഈ സമയത്ത് സിംഹം കാട്ടുപോത്തിൻ്റെ മേൽ ചാടി വീണ് അതിനെ കീഴടക്കും. അവിടെ ശത്രു, ഇവിടെ ശത്രു എന്നൊക്കെ പറഞ്ഞ് സ്തോത്രം നിന്നെ ചുമ്മാതെ കിടന്ന് അവൻ ഇളക്കുമ്പം അതൊന്നും കേട്ട് നീ നിന്റെ ബലം ക്ഷയിപ്പിക്കരുത്. അങ്ങനെയൊന്നും നീ തകർന്നു പോകരുത്. നിന്നെ കീഴ്പ്പെടുത്താൻ സാത്താൻ തന്ത്രങ്ങൾ മെടയുന്നു. എന്നാൽ അതിനെ ഓവർകം ചെയ്യുന്ന ഒരു പുതിയ ബലം ഇന്ന് ഈ ആരാധനയ്ക്ക് നടുവിൽ നിന്റെ മേൽ പകരാൻ പോകുകയാ. ഇന്നിവിടെ ഇരിക്കുന്ന ചില ഇന്ന് ബലപ്പെട്ടിട്ടേ പോകാവൂ. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവിക ബലം ശത്രുവിൻ്റെ മന്ത്രോച്ചാരണങ്ങൾക്ക് നിന്നെ തൊടാൻ കഴിയല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് സ്തോത്രം. ഞാൻ ആ ഒരു ദൂതിലേക്ക് വരിക. ഒരു വാക്യത്തോടെ ധ്യാനം തുടങ്ങാം. സ്തോത്രം. അടുത്തിരിക്കുന്ന കൊതു കൈ കൊടുത്തു പറ, നമ്മളിൽ പകർന്ന ദൈവിക ബലം വലുതാന്ന് പറ. ഗ്ലോറി. ഇന്ന് ചിരിച്ചുകൊണ്ട് പറ, നമ്മിൽ പകർന്ന ദൈവിക ബലം വലുതാണ്. ഇന്ന് തിരിച്ചറിയണം, നിനക്കെതിരെ ഏതൊക്കെ ആയുധം വന്നാലും ഫലിക്കുകയില്ല. പല പദ്ധതിയും പിശാച് കൊണ്ടിരുന്നുണ്ട്, പക്ഷേ അതൊന്നും നടക്കത്തില്ല. മനുഷ്യൻ കൊണ്ടിരുന്നുണ്ട്, നടക്കത്തില്ല. കാരണം നിനക്ക് തന്നേക്കുന്ന ബലം കാട്ടുപോത്തിന് തുല്യമായ ബലമാണ്. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ പ്രവചിക്കുക, സിയോനെ ഉണരുക, ഉണരുക. എന്നിട്ട് പറയാം, നിന്റെ ബലം, സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചു കൊള്ളുക. ഉണരുക, 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 നിന്റെ ബലം ധരിച്ചു കൊള്ളുക, ബലം ധരിച്ചു കൊള്ളുക. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാ പറയാം, നിന്റെ ബലം നീ ധരിച്ചോണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. കാരണം ദൈവത്തിന് സ്തോത്രം, നീ ഒന്ന് ബലപ്പെട്ടാലേ പറ്റൂ. എതിരാളിയെ കണ്ട്, ശത്രുവിനെ കണ്ട്, സംഭവങ്ങൾ കണ്ട്, പ്രതിസന്ധി കണ്ട് നീ ബലഹീനനായി പോകരുത്. ഈ നമുക്ക് ചില പ്രതിസന്ധി വരുമ്പോഴേ നമ്മളൊക്കെ പറയുന്നൊരു പദമാണ്, നിങ്ങൾ എന്നോട് ഇച്ചിരി ഗഹനമായിട്ട് ഈ ദൂതിൻ്റെ കൂടെ വരണം. നമ്മളൊക്കെ പറയുന്നൊരു കാര്യം, എന്നെ കൊണ്ട് എന്തോ ചെയ്യാൻ പറ്റും. നമ്മൾ പറയാറില്ലേ, ഷോ ഇതെൻ്റെ പരിധിക്ക് അപ്പുറത്ത് പോയി. നിനക്കെന്തോ പരിധി ഉണ്ടെന്നാ. നിനക്ക് ഒരു റേഞ്ചും ഇല്ലാത്തൊരു മനുഷ്യൻ ഞാനാ. പക്ഷെ എന്നിൽ വ്യാപരിക്കുന്നൊരു ബലമുണ്ട്. അതുകൊണ്ട് പൗലോസ് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കേണ്ടതിന്. ഇത് ആഹാരം കഴിച്ചപ്പോഴുള്ള ബലമല്ല, രക്ഷിക്കപ്പെട്ടപ്പോൾ, യേശുവിനെ കണ്ടപ്പോൾ, ദൈവത്തിൻ്റെ പൈതലായപ്പോൾ നിന്നിൽ പകർന്ന ആ ബലം. ഈ മാനുഷികമായ ചില പ്രശ്നങ്ങൾ വരുമ്പം, നമുക്ക് സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ നമ്മൾ കട്ടിലേ കയറി കിടക്കും. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാനൊക്കെ ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടോ? ബലമില്ലാത്തപ്പോൾ പെട്ടെന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് അവിടുന്ന് വേറൊരു സ്ഥലത്ത് പോവുക. തിരുവല്ലായി പ്രശ്നമുണ്ടായപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് നേരെ സ്തോത്രം ചെങ്ങന്നൂർ വരെ പോയി കോഫി ഹൗസിൽ പോയി ഒരു കാപ്പിയും കുടിച്ചപ്പം കുറച്ച് ബലം കിട്ടി. തിരിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിറങ്ങിയപ്പോൾ ചോദിച്ചു, പുള്ളി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, എല്ലാം നടക്കും. കാരണം അതിനിടയ്ക്ക് കിട്ടി ബലം. ബലം പോയി ഒന്നും വന്നില്ല, നമ്മുടെ മനസ്സാ പ്രശ്നം. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പറയുക, ശ്രദ്ധിക്കണം. ഇന്ന് നീ ബലം ധരിച്ചേ ഇവിടുന്ന് പോകാവൂ. നീ ഒന്ന് ബലപ്പെട്ടാലേ ദൈവത്തിന് ചിലത് ചെയ്യാൻ പ്ലാനുണ്ട്. നിന്റെ കുടുംബത്തിൽ ദൈവത്തിന് ചിലത് ചെയ്യാൻ പ്ലാനുണ്ട്. നീ ഒന്ന് ബലപ്പെട്ടാൽ നിന്നെ തളർത്തിയിടാനാ പിശാച് പ്ലാൻ ചെയ്യുന്നത്. നിന്റെ കുഞ്ഞിൽ പ്രശ്നമിട്ട്, നിന്റെ വീട്ടിൽ പ്രശ്നമിട്ട്, നിന്റെ കുടുംബത്തിൽ പ്രശ്നമിട്ട്, നിന്റെ കൺമുമ്പിൽ തകർച്ചയിട്ട് നിന്നെ തളർത്താൻ നോക്കുമ്പോൾ യേശു പറയുക, ബലപ്പെട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നത് കൈ കൊടുത്തേച്ച് പറ, ഒന്ന് ബലപ്പെടാൻ പറ. സ്തോത്രം, സ്തോത്രം. നല്ലൊരാമീൻ പറഞ്ഞാട്ട്, നല്ലൊരാമീൻ പറഞ്ഞാട്ട്. ഈ ചിലരൊക്കെ പറയാം, എൻ്റെ ബ്രദറെ പിശാചിനോട് പോരാടി പോരാടി എൻ്റെ ബലമെല്ലാം ക്ഷയിച്ചു. അങ്ങനല്ല ബൈബിൾ. യുദ്ധക്കളത്തിൽ ഒരാൾ നിന്നാൽ ബലം കുറയുമോ ബലം കൂടുവോ? പറ.
ഒരാൾ യുദ്ധക്കളത്തിൽ നിൽക്കുക, അയാളുടെ ബലം കുറയുമോ ബലം കൂടുവോ? പറ, എന്തേലും പറ. ബലം കൂടും. കാരണം പറയാം, മാനുഷികമായി നോക്കിയാൽ യുദ്ധക്കളത്തിൽ ബലം കുറയും. പക്ഷെ ആത്മീകമായി നോക്കിയാൽ യുദ്ധക്കളത്തിൽ ബലം വർദ്ധിക്കും. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ശൗലിൻ്റെ ഗ്രഹവും ദാവീദിൻ്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. ശൗലിൻ്റെ ബലം ക്ഷയിച്ചും ദാവീദിൻ്റെ ബലം വർദ്ധിച്ചും വന്നു. നീ ഓരോ പ്രശ്നങ്ങളെ ജയിക്കുന്നതോറും നീ തകരുവല്ല, നിന്റെ ബലം ആടാകുക. ഒരാമീൻ വരുന്നില്ല. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയുക, നീ ഇതുവരെ സഹിച്ചതിനേക്കാൾ വലിയ പ്രശ്നം നീ ഡീൽ ചെയ്യുമ്പോൾ ഓർത്തോണം, നീ തകരുവല്ല, നിന്റെ ബലം. ഓ യേശുവിൻ്റെ നാമത്തിൽ കണ്ടോ, റബ ഹസ്സിരി ബിഗുഡമന. യേശുവിൻ്റെ നാമത്തിൽ നിന്നെ കൊണ്ട് ദൈവത്തിന് എന്തോ ചെയ്യിക്കാനുണ്ട്, നിന്റെ സന്തതിയെ കൊണ്ട് ദൈവത്തിന് എന്തോ ചെയ്യിക്കാനുണ്ട്. ഒന്നുകൂടെ ബലപ്പെട്. എത്ര പേര് തയ്യാറാണ് ആ ബലം ഒന്ന് സ്വീകരിക്കാൻ? ഹല്ലേലൂയ. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഒന്ന് ബലപ്പെട്ടിട്ടേ പോകാവൂ. ശൗലിൻ്റെ ഗ്രഹവും 2 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യമാണ്. ശൗലിൻ്റെ ഗ്രഹവും ദാവീദിൻ്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. വായിച്ചാണ്. ഹല്ലേലൂയ. ശൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. 2 ശമൂവേൽ 3-ന്റെ 1-ാം വാക്യം. എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിന്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു. നിന്റെ ബലം വർദ്ധിച്ചു വരുമ്പം നിന്റെ ശത്രുവിന്റെ ബലം ക്ഷയിച്ചു വരും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. 2024 ബലം കുറയുന്ന വർഷമല്ല, ബലം വർദ്ധിക്കുന്ന വർഷമാ. നിന്റെ എതിരാളി ക്ഷയിക്കാം. ഓ റബലബഡബല. അത് നിങ്ങൾക്ക് മനസ്സിലാകണല്ലേ? സ്തോത്രം. ഇന്നെന്തോ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദൈവമക്കളുടെ ബലം വർദ്ധിക്കാൻ പോവാ. ഒരാമയും വരുന്നില്ല. നീ തോറ്റെന്ന് പറഞ്ഞ സ്ഥലത്തു തന്നെ നിന്നെ കൊണ്ട് ദൈവം വിജയിപ്പിക്കാൻ പോവാ. നിന്റെ ബലത്താലല്ല, ദൈവത്തിൻ്റെ ബലത്താൽ. എത്ര ബദൽ സ്വീകരിക്കാൻ പറ്റും? ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ഒരു ആത്മീക ബലം, ഒരു അഭിഷേകത്തിൻ്റെ ബലം, ദൈവകൃപ. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനത്തിൽ പറയുന്നൊരു പദം പറയാം, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമള്ളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ചില സമയത്ത് ബലഹീനപ്പെട്ടൊക്കെ ഇരിക്കുമ്പം ചിലരൊക്കെ വിചാരിക്കും നമ്മളങ്ങ് തോറ്റുപോയെന്ന്. അന്നേരം അങ്ങോട്ട് കയറിയ മുറിക്കകത്തോട്ടിരുന്ന് വാതിലൊക്കെ ഒന്ന് അടച്ച് മുഴങ്കാലിലൊന്ന് നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചെഴുന്നേറ്റ് വന്ന കരഞ്ഞോണ്ട് കയറിയ നീ ചിരിച്ചോണ്ടിറങ്ങി വരും. ഓ യേശുവിൻ്റെ നാമത്തിൽ ദാനിയേലിനോട് ദൈവം പറയുന്നത് ബലപ്പെട്ടിരിക്കുക. എന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്നു, പ്രതിസന്ധിയുടെ മുമ്പിൽ കുലുങ്ങരുത്, ബലപ്പെട്ടിരിക്കുക. ചില സമയത്തൊക്കെ പ്രതിസന്ധിയൊക്കെ വരുമ്പോഴേ മുറിക്കകത്ത് നീ വാതിലടക്കണം. എവിടെ പോയാ? ഒന്ന് ബലം പ്രാപിക്കാൻ പോയാ. ഒരാമയും വരുന്നില്ല. എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറയാ, ഒത്തിരി നാളുകൊണ്ട് മുടങ്ങിക്കിടക്കുന്ന പലതും ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിൽ ആരംഭിക്കാൻ പോവാ. നിന്റെ ശത്രുവിൻ്റെ ബലം. ഞാൻ എൻ്റെ ബൈബിളിൽ നിന്നൊരു പദം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടിരിക്കുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ചിലരുടെ ബലം ക്ഷയിക്കും, ശത്രുവിൻ്റെ ബലം ക്ഷയിക്കും, നിന്റെ ബലം വർദ്ധിച്ചു വരും. നിന്റെ ബലം വർദ്ധിക്കുമ്പോൾ ശത്രുവിൻ്റെ ബലം, സ്തോത്രം, നിന്നെ വല്ലാതെ ബാധിച്ച ചില പ്രശ്നത്തിന്മേൽ നീ ഒന്ന് ബലപ്പെടാൻ പോവാ. നിന്റെ കുടുംബത്തെ തകർക്കാൻ പദ്ധതിയിട്ട വിഷയത്തിന്മേൽ ന്യായാധിപന്മാരുടെ പുസ്തകം എടുത്തേ, 6-ാം അധ്യായം എടുത്തേ. വളരെ ശ്രദ്ധേയമായ വാക്യത്തിലോട്ട് വരിക. 6-ാം അധ്യായം വളരെ ശ്രദ്ധേയമായ അധ്യായമാണ്. 2-ാമത്തെ വാക്യം.
ന്യായാധിപന്മാർ പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യം. മിദ്യാൻ ഇസ്രയേൽ മേൽ ആധിക്യം പ്രാപിച്ചു. ഇസ്രയേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗഹരങ്ങളും ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കി. മതി. മിദ്യാന്യരുടെ വലിയ വെല്ലുവിളി അവിടെ നടക്കുക. 6-ാമത്തെ വാക്യം. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. 5 മുതൽ വായിക്കാമോ? അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടിക്കിളി പോലെ കൂട്ടമായി വരും. അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ ഇപ്പൊ ഏറ്റവും ക്ഷയിച്ചു. ഞാൻ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നൊരു ദൂത് പറയാം. ഇന്ന് നിന്നെ ഒന്ന് ബലപ്പെടുത്താൻ ദൈവം വന്നേക്കുക. നിന്റെ ക്ഷയിച്ച അവസ്ഥ ഇന്ന് എൻ്റെ ദൈവം പൊട്ടിക്കാൻ പോവാ. ഇതിനകത്തൊരു ആത്മീക ശുശ്രൂഷ നടക്കാൻ പോവാ. നിന്റെ വീട് ക്ഷയിച്ചു പോയെന്നും നിന്റെ മിനിസ്ട്രി ക്ഷയിച്ചു പോയെന്നും നിന്റെ ശുശ്രൂഷ ക്ഷയിച്ചു പോയെന്നും അമ്മി കളിയാക്കിയവരുടെ മുമ്പിൽ നിന്നെ ബലപ്പെടുത്താൻ സ്വർഗം ഒരു പ്ലാൻ ഇടുക. ഓ ഹല്ലേലൂയ! എത്ര പേര് ആമീൻ പറയാൻ പറ്റും? ദൈവത്തിന് അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ഇനി ഒട്ടും ക്ഷയിക്കത്തില്ലെന്ന് പറ. ഹല്ലേലൂയ! അമ്മ, എന്നോട് ദൈവത്തിൻ്റെ ആത്മാവരെ അസ്തമിച്ചെന്ന് പറയുന്ന ചില മേഖലകൾ ഇന്നത്തെ ആരാധനയിൽ ഓപ്പൺ ആകാൻ പോവാ. നിന്റെ കുടുംബം ക്ഷയിച്ചു പോയെന്ന് എല്ലാവരും എൻ്റെ കുടുംബത്തിൽ വലിയ തകർച്ചയുണ്ടായ സമയത്ത് വളരെ പ്രസിദ്ധനായൊരു മന്ത്രവാദിയുടെ അടുക്കൽ ഞങ്ങൾ പോയി. അദ്ദേഹം ഞങ്ങളെ ഇരുത്തി ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കേട്ട് നോക്കി വെച്ച് പുള്ളി പറഞ്ഞു, നിങ്ങളുടെ വീട് ക്ഷയിച്ചു പോകും. നിങ്ങളുടെ വീട്ടിൽ ഒറ്റ പുരുഷന്മാർ പോലും വാഴത്തില്ല. നിങ്ങളുടെ വീട് ശൂന്യമായി പോകും എന്ന് പറഞ്ഞു. പക്ഷെ ക്ഷയിക്കുമെന്ന് പറഞ്ഞ വീട്ടിൽ തന്നെയാ ഞാൻ ഇന്ന് ബലപ്പെട്ട് പ്രസംഗിക്കുന്നത്. എന്താ ഇവിടെ ദൂത്? ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ഭാഗത്ത് നിന്നെ ക്ഷയിപ്പിക്കാൻ നോക്കുന്നു. ഇവിടെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ആ സമയത്തൊരു കാര്യം നടന്നു. അതാണ് ഈ ദൂതിലോട്ട് വിവരണത്തിലേക്ക് വരിക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആ സമയത്ത് 11-ാമത്തെ വാക്യം. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസിനായ യോവാശിന്റെ കരുവേലകത്തിന് കീഴെയിരുന്നു. അവന്റെ മകനായ ഗിദിയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന്. ഗിദിയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വെളിപ്പെടുത്തുക. ഞാൻ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ദൂത് തുടങ്ങട്ടെ. മറ്റുള്ളവരുടെ നടുവിൽ വെച്ച് ഒരു വ്യത്യസ്തനാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എല്ലാവരുടെയും നന്മ ശത്രു കൊണ്ടുപോയപ്പം എൻ്റെ കൊണ്ടുപോട്ടെന്നല്ല, അവൻ രാത്രിയിലിറങ്ങി നിലം കൊയ്ത് ആരും കാണാതെ മുന്തിരിച്ചക്കിനടുക്ക വെച്ച് മെതിക്കുക. അതിനർത്ഥം എന്താണെന്നറിയാം? എല്ലാവരുടെയും കൊണ്ടുപോയാലും എൻ്റെ നന്മ ഞാൻ വിട്ടുതരികയില്ല. ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് ചില വാശിയൊക്കെ വേണം. എല്ലാ കുടുംബങ്ങളെയും തകർത്തെങ്കിൽ എന്നെ തകർക്കാൻ. ഓ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. ആരെയെല്ലാം തകർത്താലും നിന്നെ തകർക്കാൻ എൻ്റെ ദൈവം സമ്മതിക്കുകയില്ല. മനസ്സുകൊണ്ടെന്ന് പറയാം, ഞാൻ തകരത്തില്ലെന്ന് പറയാം. എന്നോട് ദൈവാത്മാവരെ, നിങ്ങളുടെ വീടുകളിൽ വെച്ചും നിങ്ങൾ വ്യത്യസ്തരാകാൻ പോവാ. നിങ്ങളുടെ സമൂഹത്തിൽ വെച്ചും നിങ്ങൾ വ്യത്യസ്തരാകാൻ പോവാ. ആരും ചെയ്യാത്തത് നീ ചെയ്യാൻ പോവാ. ആരെ കൊണ്ട് ചെയ്യിക്കാത്തത് ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോവാ. നിന്റെ പേര് പ്രസിദ്ധമാകാൻ പോവാ. നിന്റെ സ്ഥിതിക്ക് മാറ്റം വരാൻ പോവാ. ഇങ്ങനെ ദൈവം ചെയ്യുമോ? ഓ ഹല്ലേലൂയ! എനിക്കറിയാം പരിശുദ്ധാത്മാവ് ഇതിനകത്തൂടെ ഇറങ്ങി നടക്കുകയാണ്. നിനക്ക് വിശ്വാസമുണ്ടോ? നിന്നെ വ്യത്യസ്തനാക്കാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ സ്ഥിതിയെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ അവസ്ഥയെ മാറ്റാൻ യേശു ആഗ്രഹിക്കുക. എല്ലാവരും അവരവരുടെ നന്മ ശത്രു കൊണ്ടുപോയപ്പോൾ ഇവൻ രാത്രി എവിടെ കൊണ്ടുവന്നാ മെതിക്കുന്നേ? മുന്തിരിച്ചക്കിൻ്റെ അടുക്ക്. അതെന്നെ അവിടെ കൊണ്ടുവന്നേ പറയാം. ശത്രു നോക്കുന്നത് വയലിലാണ്. ശത്രു കണ്ടുപിടിക്കാത്ത സ്ഥലത്ത് വന്ന് ഇത് മെതിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവനെ ഒരാൾ കണ്ടുപിടിച്ചു. ആര്? ദൈവം കണ്ടുപിടിച്ചു.
എന്നോട് ദൈവാത്മാവ് പറയുക, നീ വ്യത്യസ്തമായി ചെയ്യുന്ന ചിലത് ആരും കാണുന്നില്ല, പക്ഷെ ദൈവം കാണുന്നുണ്ട്. ആരും അറിയാതെ മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത്, മറ്റുള്ളവരെല്ലാം അവിശ്വാസം പറയുമ്പോൾ വായു വെള്ളം ഒഴിച്ച് വിശ്വാസം പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് നീ ചെയ്യുന്നത് ദൈവം കാണുന്നുണ്ട്, നീ പ്രവർത്തിക്കുന്നത് ദൈവം കാണുന്നുണ്ട്. എത്ര വലിയ പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നത്തെക്കുറിച്ച് 1000 അഭിപ്രായം 1000 പേര് പറഞ്ഞാലും നീ അവരുടെ കൂട്ടത്തിൽ പോയിരുന്ന് മൂളല്ലേ. നീ വ്യത്യസ്തനായിരിക്കണം, നീ മാറ്റി ചിന്തിക്കണം. എല്ലാവരും തങ്ങളുടെ വിളവ് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അവൻ പറയുക, ഇന്ന് രാത്രി ഞാൻ ഇറങ്ങും, എൻ്റേത് കൊയ്യും. മുന്തിരി ചക്കൻ അടുക്ക വെച്ച് മെതിക്കുമ്പം ദൈവം അവൻ്റെ അടുക്കൽ വന്നിട്ട് വിളിക്കുന്ന വിളിയാണ്. നമുക്കത് വായിക്കാം ആ ഭാഗം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യഹോവയുടെ ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്യനായ യോവാശിന്റെ കരിവേലകത്തിന് കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദിയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരി ചക്കിന് അരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ. ദൂതൻ വിളിക്കുക, ദൈവം വിളിക്കുക, അല്ലയോ പരാക്രമശാലിയെ, പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ടെന്ന് അവനോട് പറഞ്ഞു. ദൈവത്തിന് അവനെ ഇഷ്ടപ്പെട്ടു. അടുത്തിരിക്കുന്ന ആളും ചോദിച്ചു, നിന്നെ ദൈവത്തിന് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു. നിന്നെ ദൈവത്തിന് ഇഷ്ടപ്പെടുവോ? ദൈവത്തിന് അവനെ ഇഷ്ടപ്പെട്ടു. അവനെ വിളിക്കുക, അല്ലയോ പരാക്രമശാലിയെ, യഹോവ കൂടെയുണ്ട്. എന്തിനാ? ക്ഷയിച്ച ഗ്രഹത്തെ പുതുക്കി പണിയാൻ യഹോവ നിന്റെ കൂടെയുണ്ട്. എന്നോട് ദൈവാത്മാ പറയാ, നീ ക്ഷയിച്ചെന്നൊക്കെ ആൾക്കാർ പറഞ്ഞ കഥ ഉടനെ മാറും, ഉടനെ മാറും, ഉടനെ മാറും, ഉടനെ മാറും. ഇനി അവൻ്റെ അകത്ത് കിടന്നൊരു ചോദ്യം കൂടെ അടുത്ത വാക്യത്തിലുണ്ട്. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? നമ്മുടെ എല്ലാം ഒരു ചോദ്യ. കർത്താവ് കൂടെ ഉണ്ടേ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? എനിക്കിതൊക്കെ എന്തുവാ വരുന്നേ? ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു, സ്വോത്രാഴ്ചയിട്ട് TV പ്രോഗ്രാം നടത്തി, ദശാംശം കൊടുക്കണമെന്ന് ഉപദേശിച്ച് പ്രസംഗിച്ച് ഞാൻ കൊടുത്തു. പക്ഷെ എനിക്കെന്തുവാ ഇങ്ങനെ വരുന്നേ? എണ്ണം മിണ്ടുന്നില്ല. അടുത്തോടെ വായിക്കും. യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെ എവിടെ? നമ്മുടെ അപ്പന്മാര് പറഞ്ഞല്ലോ വലിയ കാര്യം നടത്തിയെന്ന്. ആ ദൈവം എവിടെ? ഇപ്പോൾ യഹോവയുടെ പിള്ളേരും ചോദിക്കുന്നൊരു ചോദ്യ. എല്ലാരും രോഗശാന്തി നടത്തിയെന്നും ഭൂതത്തെ പുറത്താക്കിയെന്നും ഒക്കെ പറയുന്ന ആ അത്ഭുതം എവിടെ? ഞങ്ങളാകെ കാണുന്ന കമ്മറ്റി അടിയും വഴക്കുവാ, വേറൊന്നും ഞങ്ങൾ കാണുന്നില്ല. വേണ്ട, ഒരു പൊങ്ങമ്പനി പോലും വിട്ടുപോകുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല ഈ 10 വർഷമായിട്ട്. ഞങ്ങളുടെ സഭയിൽ ഇതുവരെ ഒരു 2 സ്നാനം നടന്നു, സെക്രട്ടറിയുടെ മോളും ട്രഷററുടെ മോനും, അല്ലാതൊരു സ്നാനവും ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ നീ എന്നാ പെടാത്തെ? കണ്ടാലല്ല പെടാൻ പറ്റുമോ? മിണ്ടുന്നില്ല. ഉടനെ ഗിദെയോൻ ചോദിക്കുക, കർത്താവേ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ അപ്പന്മാര് പറഞ്ഞ അത്ഭുതം എവിടെ? ഇനി അടുത്ത വാക്യം കൂടെ. യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെ എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. 14 വാക്യം നോക്കിയോ. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകാം. അപ്പം തമ്പുരാന്റെ നോട്ടം നിന്റെ മേൽ വന്നാൽ ക്ഷയിച്ച കുടുംബത്തിനകത്ത് നീ ബലപ്പെടും. ഓ ഹല്ലേലൂയ. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ഉറപ്പ് തരിക, ഇന്ന് ചിലരെ ദൈവം ഒന്ന് ബലപ്പെടുത്താൻ പോവുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എനിക്ക് തരുന്നൊരു ബോധ്യം പറയാം. നിങ്ങളിലൂടെ തന്നെ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ നിങ്ങളുടെ വീടിനകത്ത് ഉടനെ ഉണ്ട്. ആ ക്ഷയിച്ച അവസ്ഥ പൊട്ടുക. ഇപ്പം നിന്റെ മേൽ വീണ നോട്ടം ദൈവത്തിൻ്റെയാ. ഈ ബലത്തോടെ പോ. ഒരാമയും പറഞ്ഞാട്ട് ആ ബ്ലൂ ഷർട്ട് ഇട്ട ബ്രദർ ഒന്ന് കൈപൊക്കിക്കേ. നിന്നെ ദൈവം നോക്കുന്നു. എന്നിട്ട് ദൈവം പറയുക, ഈ ബലത്തോടെ പോ. ക്ഷയിച്ച നിന്റെ അന്തരീക്ഷം എൻ്റെ ദൈവം പുതുക്കി പണിയാൻ പോവാ. നിന്റെ കൂടാരത്തിനകത്ത് എത്ര ശ്രമിച്ചിട്ടും മേപ്പോട്ട് പൊങ്ങുന്നില്ലല്ലോ.
ഉണ്ടോ? എത്ര ശ്രമിച്ചിട്ടും മേപ്പോട്ട് പൊങ്ങുന്നില്ലല്ലോ. ശരിയല്ലേ? ക്ഷയിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ദൈവം പറയാ, ഇന്ന് നീ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിന്റെ വീടിന് ചുറ്റും ജീസസ് ആമീൻ ഒരു പ്രകാശം മിന്നുന്നത് പോലെ നിന്റെ വീടിന് ചുറ്റും മിന്നിയിട്ട് നിന്നെ ക്ഷയിപ്പിച്ച സ്പിരിറ്റില് നിന്റെ ഗതികേട് ഇവിടെ നിന്ന് വരാോ? എനിക്കൊന്ന് കൈ തരാമോ? എവിടാ വീട്? മാടപ്പള്ളി. എന്തോ ചെയ്യുക ഇപ്പൊ? ഞാൻ വണ്ടി ഓടിക്കുവായിരുന്നു. ഒരു കുടുംബം ക്ഷയിക്കാവുന്ന അത്രയും ക്ഷയിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഇങ്ങനെ പോയാൽ ഇനി മുന്നോട്ട് പോകത്തില്ലെന്നാണ് നീ പറയുന്നത്. ശരിയല്ലേ? എന്നാൽ ഇന്ന് ഈ വചന വെളിപ്പാട് നിന്നോട് പറയും. ഇവിടെ ഞാൻ ഈ കൈക്ക് പിടിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആർക്കോ കാക്കനാടുമായി ബന്ധപ്പെട്ട് ഒരു ഭയങ്കര വിടുതൽ വ്യാപരിക്കുന്ന വെളിപ്പാട്, എറണാകുളം കാക്കനാടുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിടുതല്, ജീസസ് തലമുറകളുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവ് ഒരുക്കുന്നൊരു വെളിപ്പ്. നിന്നെ വിടുവിപ്പാൻ ദൈവത്തിന് പ്രസാദമുണ്ട്. വല്ലാത്തൊരവസ്ഥയെ കൂടെ ഇപ്പം കടന്നു പോകുന്നത്. ശരിയല്ലേ? ജീസസ് ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റുമോയെന്ന് പോലും അറിയത്തില്ല. പക്ഷെ കർത്താവിനെ മുറുകെ പിടിച്ചോണം. നിന്റെ മേലിരിക്കുന്ന അഭിഷേകത്തിൻ്റെ വില നീ എന്നറിയണം. നിനക്കൊരു കുഴപ്പമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഒരു കൊച്ചു പിന്മാറ്റമുണ്ട്. കൃപയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി പുറകോട്ട് പോകും. ഇനിയും പോകരുത്. ചെറിയ പിന്മാറ്റത്തെ ദൈവം കാണുക. നിന്നെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്ലാനുണ്ട്. നിന്റെ വീട്ടിൽ ഒരാൾ വിടുതൽ കൊതിച്ച് കിടക്കുന്നുണ്ട്. ആ വ്യക്തിയെക്കൂടെ ദൈവം വിടുവിക്കുക യേശുവിൻ്റെ നാമത്തിൽ. ഇതിനകത്ത് ഭയങ്കര ഡെലിവറൻസുകൾ നടക്കുക. നീ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്ഷയിച്ചു പോയ ചില കുടുംബങ്ങൾ, നിങ്ങൾക്കറിയാം, 2 മിനിറ്റ് അവിടെ നിൽക്കണം. ആ ക്ഷയിച്ച് കിടക്കുന്ന ചില വീടുകളെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാ പറയാ, ഇന്നും നിന്റെ മേൽ ഒരു ബലം വ്യാപരിക്കാൻ പോവാ. ഇന്നും നിന്റെ മേലൊരു ഇനി ക്ഷയിക്കത്തില്ല. നിന്റെ മിനിസ്ട്രിയെ ക്ഷയിപ്പിച്ച് കളയുന്ന, നിന്റെ ചിലരുടെ വരുമാന മാർഗത്തെ ക്ഷയിപ്പിക്കുന്ന കണ്ടോ ഒരു ഡെലിവറൻസ്, ആളിക്കത്തുന്ന തീ പോലെ. ഒരു സുമയെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുക യേശുവിന്റെ നാമത്തിൽ. ഇതിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സുമയെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുക. നിന്റെ വീടിനകത്തിറങ്ങി ഒരു അസാധാരണ പ്രവൃത്തി. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. 2 മിനിറ്റ് പുള്ളി ഇവിടെ നിൽക്കട്ടെ. നിൽക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഞാൻ അന്ന് എത്ര നേരം കൊണ്ട് നിൽക്കുവോ? ഒന്ന് കൈയൊക്കെ അല്ലേ? എൻ്റെ കൂടെ ഒരു 5 മിനിറ്റ് നിൽക്കല്ലോ. ഇവിടെ നിർത്തിയേക്കുന്നത് എന്തിനാണെന്നറിയാം? നിൻ്റെ വീട്ടിലൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുക. ആ കാര്യം നടന്നില്ലേ, നീ നിൻ്റെ ജീവൻ ഇല്ലാതാക്കി കളയും. ആ രീതി നിൽക്കുന്ന നീ എടുത്ത ചില തീരുമാനങ്ങളൊക്കെ മാറ്റിക്കോണം. ദൈവത്തിന് നിന്നെ വേണം. ഓ ഹല്ലേലൂയ. എവിടൊക്കെയോ ഭയങ്കര ദൈവപ്രവർത്തികൾ നടക്കുക. റബല ഹഡബല ബഡബല, ആളിക്കത്തുന്ന തീ പോലെ ചിലരുടെ മേൽ അതിഭയങ്കര അഭിഷേകമാ. സാക്ഷി പറയാറുണ്ടോ? അവിടെ ഒത്തിരി ഫോട്ടോ വന്നു ഞങ്ങൾ പോയത്. അവർ തിരിച്ചു കഴിഞ്ഞ
കൈതാ. ജീസസ്, ജീസസ്. ഇവൻ ഇന്ന് വിടുതൽ കിട്ടുക, ഇവനെ വിടുവിക്കുക. ഇവന്റെ കുടുംബം ഇപ്പോൾ ക്ഷയിച്ചിരിക്കുക. കാരണം ഇവിടെ കുഞ്ഞിനെ ഒരു കഴുകൻ കൊത്തിക്കൊണ്ട് പറന്നു. എന്നാൽ ആ കഴുകനെ കൊണ്ട് തിരിച്ച് ആ കൊച്ചിനെ നിന്റെ വീട്ടിൽ കൊണ്ടിടിക്കാം. Holy Spirit. നിന്നെ ചിലര് തീർത്ത് കളഞ്ഞതാ. നീ ചില ഭീഷണിയെ പേടിക്കുന്നുണ്ട്. പേടിക്കരുത്, അവർക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ കൂടെ ദൈവമുണ്ട്. ഞാൻ കാണുന്ന വെളിപ്പാട് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹഷരബഹംദന ഒറ്റയ്ക്ക് വന്നിട്ടുള്ളൂ. ഇവിടെ ബ്രദർ കൊണ്ടുവന്നാണോ? ഗ്ലോറി ടു ഗോഡ്. സംഭവിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ആ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഇന്ന് ഇവനെ ഇവിടെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇവൻ ഇന്നോ നാളെയോ ഒരു തീരുമാനത്തിലോട്ട് പോകുമായിരുന്നു. ശരിയല്ലേ? മരിക്കാനുള്ള തീരുമാനമായിരുന്നു. ഈ നീ മരിക്കത്തില്ലെന്ന ഇവരിൽ ദൈവശക്തി, ഇവരിൽ അഭിഷേകം, ഇവരിൽ നിന്റെ കുഞ്ഞകപ്പെട്ട കറുത്ത കൈകളെ ഇന്ന് ദൈവം രണ്ടായിട്ട് പിടിച്ചകറ്റുക. നീ യോഗത്തിൽ എവിടെ വന്നിരുന്നാലും ഗിദെയോനെ കണ്ട ദൈവത്തിന്റെ കണ്ണ് നിന്നെ കണ്ടിരിക്കും, നിന്നെ കണ്ടിരിക്കും. ഇതൊരു സാധാരണ യോഗമല്ല. ഇസ്രായേലിന്റെ ദൈവം ഇറങ്ങി നടക്കുന്ന ധൈര്യമായിട്ട് പോയിക്കോ. ഞാൻ വിളിക്കാം അങ്ങോട്ട്. എനിക്ക് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരുക. എനിക്ക് ദൈവം എൻ്റെ പ്രാർത്ഥനാ മുറി തന്ന ദൂത്, ഇനിയും നീ ക്ഷയിക്കത്തില്ല. അതാ ഇന്നത്തെ വെളിപ്പാട്. ഇത് നിന്റെ ദിവസമാ. ഇനിയും നീ ക്ഷയിക്കത്തില്ല. നിന്നിലൊരു ദൈവിക ബലം, ആ ബ്രദറുടെ എഴുന്നേറ്റോ. ആ ലൈറ്റ് ബ്ലൂ ഷർട്ട് ഇട്ട ബ്രദറുടെ എഴുന്നേറ്റോ. ഓ കരുണാമയനേ, ദൈവം നിന്നോട് കരുണ കാണിക്കാൻ തീരുമാനിച്ചേക്കുക. ഗ്ലോറി ടു ഗോഡ്. ഇപ്പൊ നിങ്ങളുടെ തോളയിൽ ഒരു ദൈവദാസൻ കൈവച്ചിട്ടുണ്ട്. എന്നെ നോക്കണം. ആ ദൈവദാസന്റെ 10 ഇരട്ടി വലിപ്പമുള്ള ഒരു മനുഷ്യൻ നിന്റെ ഓപ്പോസിറ്റിൽ നിന്ന് നിന്റെ 2 തോളിലും അമർത്തിപ്പിടിച്ചാൽ നിന്റെ കഴിവ് പിന്നെ വർക്ക് ചെയ്യത്തില്ല. എന്നാൽ ഇന്ന് ഈ ആത്മാവ് പറയുക, നിന്നെ അമർത്തിപ്പിടിക്കുന്ന കറുത്ത മനുഷ്യൻ ഇന്ന് നിന്നെ വിട്ടുപോകും. ചില വീടുകളിൽ നിന്ന് ദുഷ്ടശക്തികൾ ഇറങ്ങിപ്പോവും. ആഭിചാര ശക്തി, ബ്രദറെ,
ദൈവം ഒരു വിടുതൽ തരുമെന്ന് വിശ്വസിക്കാവോ? ഇപ്പോൾ ഒരു വല്ലാത്ത രീതി ക്ഷയിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഇനിയും നമുക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് ദൈവം അതിനെ തടയിടുക. ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കാൻ കാര്യം, നിന്റെ അടുക്കൽ നിന്നേക്കാൾ 7 ഇരട്ടി വലിപ്പമുള്ളൊരു മനുഷ്യൻ നിന്റെ തോളെ പിടിച്ചു നിർത്തിയിരിക്കുക, നിന്റെ കഴിവുകളെ പിടിച്ചു നിർത്തിയിരിക്കുക. മനസ്സിലാകാൻ സാം എൻ്റെ അടുക്കലോട്ട് വരട്ടെ. ഞാൻ സാമിനെ പിടിച്ചേക്കുവാ, അങ്ങോട്ട് പോ സാമേ. സാമിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സാമിന് കഴിവുണ്ട്, പക്ഷേ അതിനേക്കാൾ കരുത്തനാണ് ഞാൻ. പക്ഷേ എന്നേക്കാൾ ബലം കുറഞ്ഞോളാന്നേ സാം പിടിച്ചാൽ ഇങ്ങനെ പോവും. ഇതുപോലെ നിന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്ന 2 കറുത്ത കൈയുണ്ട്. അതാ നിന്റെ വീട് ക്ഷയിക്കാൻ കാരണം. ഇന്ന് ദൂതന്മാർ നിന്റെ അടുക്കൽ വന്ന് ആ പിടിയിൽ നിന്ന് വിടുവിച്ച് ദൈവദാസനെ വലിയ ബലം വ്യാപരിക്കാൻ പോവാ. ഭയങ്കര ബലം. നിങ്ങളുടെ ശുശ്രൂഷയിൽ വലിയ ബലം വ്യാപരിക്കാൻ പോവാ. എനിക്കെന്തോ ഇവിടെ വെളിപ്പാടുകളുടെ കലവറകൾ ദൈവം. ഓ ചിലരോട് കർത്താവിന്റെ ആത്മാവ് പറയുക, ഇന്നിവിടെ നിന്ന് ചില ബലപ്പെടുത്തിയേ വിടത്തുള്ളൂ. ഞാൻ പറഞ്ഞിട്ടേ ഇരിക്കാവൂ 2 മിനിറ്റ്. എനിക്കെന്തോ പരിശോധന. ഞാൻ ചിലരെ എഴുന്നേപ്പിച്ച് നിർത്തുന്നത് ഭയങ്കര. അച്ഛനോട് എഴുന്നേറ്റ് നിന്നു. ആഗ്രഹിച്ചതൊക്കെ നിനക്ക് തരാൻ സമയമായി. ജീസസ്, നീ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ ചില വസ്തുവിനകത്തു നിന്ന് ചില ദുഷ്ടശക്തികൾ ഒഴിഞ്ഞു പോകുന്നത് നിന്നെ ക്ഷയിപ്പിച്ച. ഓ എന്തോ 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 റബ 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 റബ. ചില കുടുംബങ്ങളെ ചിതറിപ്പിച്ച് കളഞ്ഞ ചില ദുഷ്ടശക്തികൾ ഇന്ന് പ്രാർത്ഥനയിൽ അഴിയുക. നിന്റെ വീടിനെ ചിതലീകരിച്ച് കളഞ്ഞു. ഓ ആരാധിക്കണേ, ആരാധിച്ചോ. ഒരു സുമ എന്ന് പറയുന്ന ഒരു സിസ്റ്റർക്ക് ഇന്ന് ഈ ആരാധനയ്ക്ക് നടുവിൽ വലിയ വിടുതലുകൾ തരാൻ പോവുക. ഓ രക്തം രക്തം ഒന്ന് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്ത് തുടങ്ങ്. സാത്താന്റെ കോട്ടകൾ ഇന്ന് നിന്റെ അഴിയുന്നു. യെസ്, നിന്റെ വസ്തുവിൽ നിന്ന് ദുർശക്തികൾ. ഇത് നിന്റെ ദിവസമാ, ഇത് നിന്റെ ദിവസമാ. യെസ്, ദൈവം അവനെ നോക്കി ഈ ബലത്തോടെ, ഈ ബലത്തോടെ, ഈ ബല. നീയോ മകനെ ബലപ്പെട്ടിരിക്ക. എനിക്കെന്തോ ദൈവാത്മാവ് ഉറപ്പ് തരുക. നിന്നിലെ കഴിവുകൾ നിന്നിൽ ബന്ധിച്ചെങ്കിൽ ഇന്ന് മകൾ ദൈവത്തിന്റെ നോട്ടം നിന്റെ മേൽ വരുക. എന്തിനാ? ഈ ബലത്തോടെ നീ മിദ്യാനെ ഒരൊറ്റ മനുഷ്യനെ പോലെ നിന്നെ ക്ഷയിപ്പിച്ച ശത്രുവിനെ ബ്രദറെ, ഞാനിവിടെ ഒരാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് ചോദിക്കാനൊക്കെ ഒരു കാരണമുണ്ട്. ഞാൻ ബ്രദറിനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. വെള്ളത്തിനകത്തൊരു മുതല കിടക്കുക. ഈ മുതല ഇങ്ങനെ അതിൻ്റെ വാലിട്ട് അനക്കിക്കൊണ്ടിരിക്കുക. ആ വെള്ളം ഒരിക്കലും തെളിയത്തില്ല. പക്ഷെ ഇന്ന് എന്നോട് ദൈവം പറയുക, ഞാൻ കണ്ട ആൾ രൂപം ജീസസ് നിന്റെ കുടുംബത്തെ മുഴുവൻ കലക്കുന്ന ഒരു വലിയ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. ശരിയല്ലേ? അതെ. സമാധാനം എന്ന് പറയുന്ന കാര്യം കിട്ടുന്നില്ല. പക്ഷെ നീ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ആളാ. എന്നാൽ ഇന്ന് ദൈവം പറയുക, ആ മുതലയുടെ രൂപത്തിലും മനുഷ്യന്റെ രൂപത്തിലും ഞാൻ കണ്ട ആ സ്പിരിറ്റിനെ ഇന്ന് ദൈവം പിടിച്ച്.
വീട് എവിടാ? തോലശ്ശേരി തൊട്ടടുത്ത. തോലശ്ശേരി. കർത്താവേ, ഇന്ന് വിശ്വാസമുണ്ടോ? ഇന്ന് നീ രക്ഷപ്പെടും മോനെ. നിന്നെ രക്ഷപ്പെടുത്താൻ ദൈവം തീരുമാനിച്ചേക്കുക. നീ രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ലെന്ന് ഇന്നേക്ക് 11 കൊല്ലം പുറകിൽ ശപഥം ചെയ്ത് ചിലർ എഴുന്നേറ്റതാ. പക്ഷെ അവന്റെ മുമ്പിൽ വെച്ചു തന്നെ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും. ഒരു നിമിഷം കണ്ണടച്ച് നിനക്ക് വന്ന പാപങ്ങൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞു. ഓ, ഞാനിതൊക്കെ പരസ്യമായിട്ട് ചെയ്യുന്ന ഇവിടെ വലിയ വിടുതൽ ഈ മനുഷ്യന് നടക്കും. എനിക്കറിയാം ഇവൻ ആരാകുമെന്നൊക്കെ ഞാൻ പ്രവചിച്ചു പറയാം. കർത്താവേ, നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഇവന്റെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ വീഴ്ചകളെ ക്ഷമിക്കണം. ഇവന്റെ വീടൊരു സമാധാനത്തിന്റെ ഭവനമാകട്ടെ. ഇവന്റെ വീട് ദൈവത്തിന്റെ ബഥേലാകട്ടെ. ഞാൻ കുറേ നേരം കൊണ്ട് ഈ സുമ എന്നൊരു പേര് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ജീസസ്, ആ പേരിങ്ങനെ ഇപ്പൊ എനിക്കൊന്നൊരു 4-5 പ്രാവശ്യം ഞാൻ കണ്ടു. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. എന്നോട് ദൈവം പറയാ, സുമയ്ക്ക് ഇന്നൊരു വിടുതലുണ്ട്. സുമയെ ഒരു ജാതീയ ബന്ധനത്തെ കൊണ്ട് ബന്ധിക്കാൻ പിശാച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്ന സുമയ്ക്ക് മനസ്സിലാവുന്നോ? അങ്ങനെ ഉണ്ടോ? എന്നാ ഇന്ന് ആ ബന്ധനം അഴിക്കാതെ യേശുവിന്റെ നാമത്തിൽ. ഓ, എവിടൊക്കെയോ ഭയങ്കര ദൈവപ്രവർത്തി. കർത്താവേ, ഈ മകനെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. ഇവനൊരു വിടുതൽ ദൈവത്തിൽ നിന്ന് വരട്ടെ. ഇവനൊരു വിടുതൽ ദൈവത്തിൽ നിന്ന് വരട്ടെ. ഇവനൊരു വിടുതൽ ദൈവത്തിൽ നിന്ന് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ധൈര്യമായിട്ട് പൊക്കാട്ടെ. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് തരുന്ന വലിയ ബോധ്യം കൂടെ പറയാം. ദൈവം അവനെ നോക്കി വെച്ച് പറഞ്ഞു, ഈ ബലത്തോടെ നീ മിദ്യാനെ ഒരൊറ്റ മനുഷ്യനെ പോലെ ജയിക്കും. എന്നിട്ട് അവനങ്ങോട്ട് ധൈര്യം വരുന്നില്ല. ഇരുന്നോ. അവനൊരു ദിവസം ഒരു സ്വപ്നം കാണുക. ഒരു യവയപ്പം ഉരുണ്ടു വരുന്നു. അത് വരവൊക്കെ ചെറിയായിരുന്നു. പക്ഷെ അവൻ മിദ്യാന്യ കൂടാരങ്ങളെ മറിച്ച് അത് കടന്നുപോയി. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. കൃപയുടെ യവയപ്പങ്ങൾ ശത്രു കൂടാരങ്ങൾക്ക് നേരെ ഉരുട്ടി വിടുന്ന ഒരു ആരാധനയായി ഇന്ന് പകൽ വചനം ചിലതിനെ മറിക്കാൻ പോകുന്നു. അഭിഷേകം ചിലതിനെ മറിക്കാൻ പോകുന്നു. ദൈവകൃപ ചിലരെ ഇന്ന് നീ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ ചില യവയപ്പങ്ങൾ ഉരുളുന്നു. ശത്രുവിന്റെ കൂടാരങ്ങളെ മറിക്കുന്ന കൃപയുടെ യവയപ്പങ്ങൾ. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, നമ്മൾ ക്ഷയിക്കാൻ പോവല്ല, ബലപ്പെടാൻ പോവാ. പൗലോസ് പറയാ, നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. മരിക്കാൻ കിടന്ന ഏലിയാവിന് സർവശക്തനായ ദൈവം കഴിക്കാൻ കൊടുത്തു. എന്നിട്ട് എഴുതി, ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതം വരെ ഓടി. നീ ദൂത് അവസാനിക്കുമ്പം ഒരു ദൂത് പറഞ്ഞു നിർത്താം. നിന്നി വ്യാപരിക്കുന്ന ബലം ആത്മാവിൻ്റെ ബലവാ. അക്ഷരീക ബലമല്ല ഇവിടെ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ബലവാ. നിന്നിൽ ആ ബലം വെളിപ്പെടും. ഒന്ന് ബലപ്പെട്, ഒന്ന് ബലപ്പെട്. ദൈവശക്തി ഇറങ്ങുന്നു. ഒന്ന് ബലപ്പെട്.